പളിയന്മാരെന്ന് സൂപ്പർ ഡിഷുമായിട്ടാണ് വന്നിരിക്കുന്നത്. ചിക്കൻ നിറച്ചതെന്നൊക്കെ വിളിക്കുക. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ വിളിക്കുക. എന്തായാലും ചിക്കൻ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ബോൺലെസ് ചിക്കനോ ബോൺ ഉള്ളതോ എന്ത് വേണമെങ്കിലും എടുക്കുക. എന്തായാലും നമ്മൾ പിന്നെ അത് ഷ്രെഡ് ചെയ്ത് എടുക്കുന്നുണ്ട്, കുഴപ്പമില്ല. അതിന് വേണ്ടിയുള്ള അരപ്പാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന ലിസ്റ്റിലുള്ള എല്ലാ സാധനങ്ങളും ഞാൻ ചേർത്തിട്ടുണ്ട്. കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ നിങ്ങൾ ചേർക്കുക, കുറച്ചുകൂടി കളർ കിട്ടും നമുക്ക്. ഈ പറഞ്ഞിരിക്കുന്ന ഐറ്റങ്ങളെല്ലാം അതുപോലെ ചേർക്കണം. ചിക്കൻ അധികം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന അളവിൽ മാറ്റം വരും. ഞാൻ എടുത്തതില്ല, അതുകൊണ്ടാണ് അളവ് പറയാത്തത്. അതെല്ലാം ഇതുപോലെ ചിക്കൻ എടുത്ത് വൃത്തിയാക്കി എടുത്തതിന് ശേഷം അരപ്പുണ്ടാക്കി വെച്ചിരിക്കുന്നത്. അത് എപ്പോഴും കുറച്ച് അരപ്പ് അധികം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം, എങ്കിലും മാത്രമേ ഇതുപോലെ ആക്കി എടുക്കുന്നത്. അതായത് ഇടയ്ക്കിടെ കിടക്കുന്നത് കറിവേപ്പില ഞാൻ സിസർ ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത്. സൂപ്പറായിട്ട് വരും. അപ്പോൾ കരിഞ്ഞു പോകത്തില്ല. നമ്മൾ വറുത്തെടുക്കുമ്പോൾ നല്ല ആ ഒരു കഷ്ണമുണ്ട്, അത് വറുത്തെടുത്തതിന് ശേഷം അത് കാണാൻ പറ്റും, നമുക്ക് കരിയാതെ കിടക്കും. നല്ല രസമാണത്. നമുക്ക് കുറച്ച് നേരത്തേക്ക് ഞാൻ ചേച്ചതിന് ശേഷം ഒരു 5-10 മിനിറ്റ് ഞാൻ മാറ്റി വെച്ചിരുന്നു. അതിനുശേഷം ബാറ്റർ ഉണ്ടാക്കിയതിന് വേണ്ടി നമ്മുടെ എഗ്ഗ്, അതുപോലെ മൈദ, മിൽക്ക്, വാട്ടർ, ഇതെല്ലാം കൂടെ ചേർത്ത് ഞാൻ കിടക്കുന്ന ലിസ്റ്റ് നോക്കി വായിക്കുന്നതാണ്, കുഴപ്പമില്ല. നമ്മുടെ മുട്ട, മൈദ, പാല്, വാട്ടർ എല്ലാം കൂടെ ചേർത്ത് ഈ ഒരു കൺസിസ്റ്റൻസി വരണോ അതിന്. ഓക്കെ, ഇപ്പോൾ ഒരു ക്രീമി കൺസിസ്റ്റൻസി അത് വരണമെങ്കിൽ മാത്രമേ റാപ്പ് ചെയ്തെടുക്കാം. പിന്നെ 2 പാൻ എടുത്തു. ഒന്നിൽ പൊരിക്കണം, ഒന്നിൽ നമുക്ക് ഈ ബാറ്ററിൻ്റെ ഈ ഒരു നമ്മുടെ ഒരു റാപ്പില്ലേ അത് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ബട്ടർ ഇട്ട് കൊടുക്കുക. ആദ്യം വന്നപ്പോൾ തേച്ചപ്പോൾ വന്നില്ല, ഇതോടെ പോയി എന്ന് പറഞ്ഞ് അപ്പോൾ കുറച്ചുകൂടെ കിട്ടി. അപ്പോൾ അതായിട്ട് അങ്ങോട്ടും ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് നമ്മുടെ ബാറ്റർ നമ്മളെടുത്ത് ഇതിലേക്ക് അങ്ങോട്ട് ഒഴിക്കാം. സൂപ്പറായിട്ട് ഒഴിക്കുക. നല്ല രീതിയിൽ എല്ലാ സൈഡും ബട്ടർ പറ്റിയെന്ന് ഉറപ്പ് വരുത്തണം. അതിൻ്റെ കാര്യം വേറെ ഒന്നുമല്ല, ഇത് ഇളവി വരത്തില്ല. പിന്നെ പാനി പിടിച്ചത് നോൺ സ്റ്റിക്ക് പാനയാണ്, എന്നാലും ഞാൻ പറഞ്ഞതാണ് നമ്മൾ കട്ടി കുറച്ചാണ്. ഭയങ്കര കട്ടിക്കല്ല നമ്മൾ ഉണ്ടാക്കുന്നത്, ഭയങ്കരമായിട്ടില്ല. എന്താ പറയുക, നമ്മൾ ഇറച്ചിപ്പത്തിരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഈ ലെയർ അത്ര കട്ടിയൊന്നും വേണ്ട, ഇത്ര കട്ടി ചെയ്ത് ഞാൻ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ നമ്മൾ റോഡ് കണക്കിരിക്കും. അപ്പോൾ ഞാൻ അണ്ട ഇടയ്ക്കേണ്ടി വരും, അതായത് പഞ്ചറൊട്ടിക്കുക എന്നൊക്കെ പറയാൻ പറ്റും. ഇപ്പോൾ എന്തായാലും കണ്ടോ അവിടെ എവിടെയും കിടക്കുന്ന കണ്ണുകളുണ്ട്. ആ കണ്ണുകളെല്ലാം ഞാൻ നികത്തി എടുത്താലിട്ട്. അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കലാവിരുദ്ധം എന്ന് പറയുന്നത്. അതിപ്പോൾ ഞാൻ എന്തായാലും അത് റെഡിയാക്കി എടുത്ത് കേട്ടോ. അത് കാണുമ്പോൾ എനിക്ക് തന്നെ ചിരി വരും. എൻ്റെ ഭർത്താവിന് അപ്പുറത്ത് മാറി ഇത് ചിരിക്കുന്നുണ്ട്, എന്തുകൂടി കാണിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം ഇത് ചെയ്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഇത്തിരി ഒരുപാട് കരിയാൻ വിടരുത്. ഈ ഒരു കൺസെപ്റ്റ് കുറേ വെന്തില്ലല്ലോ എന്നങ്ങനെ തോന്നും. പിന്നെ ചിക്കൻ റെഡിയാക്കി എടുത്ത് പൊരിച്ചെടുത്ത് ഞാൻ അതൊന്നും കാണിച്ചിട്ടില്ല. ഇങ്ങനെ ഈ ഒരു ജ്യൂസി സ്ട്രക്ചറിൽ മാത്രമേ അവരെ ജ്യൂസി ആയിട്ടിരിക്കും, സെറ്റായിട്ടിരിക്കും. പിന്നെ അതിനുശേഷം ക്യാരറ്റ്, കുക്കുംബർ, ഓണിയൻ, ലെമൺ എല്ലാം ആക്കി റെഡിയാക്കി വെജിറ്റബിൾ എല്ലാം സെറ്റാക്കി എടുത്തു. നിങ്ങൾ ചിക്കൻ കഴിക്കുന്ന എന്തെങ്കിലും ടൈപ്പിലുള്ള മീറ്റ് കഴിക്കുന്നുണ്ടെങ്കിൽ മാക്സിമം വെജിറ്റബിൾ അത് ഫ്രഷായിട്ട് അതുപോലെ തന്നെ കഴിക്കാൻ നോക്കാം. അല്ലാതെ മയണൈസോ കാര്യങ്ങളോ ഒന്നും കൂട്ടി കഴിക്കാതെ ഇതേപോലെ ഫ്രഷായിട്ട് കഴിക്കാൻ നോക്കാം. അത് വയറ്റിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ഈ ചിക്കനിലും കാര്യങ്ങളും എന്തെങ്കിലും ഓയിലി ആയിട്ടുള്ളതുണ്ടെങ്കിൽ തന്നെ ഇതിൻ്റെ ഫൈബറും കൂട്ടിമുട്ടി ന്യൂട്രലായി പോകുന്നവരില്ല, അങ്ങനെ അങ്ങ് ആയിപ്പോയിക്കോളും, കുഴപ്പമില്ല. അപ്പോൾ അകത്തെല്ലാം ഫില്ല് ചെയ്ത് മടക്കി എടുത്തതാ. സൂപ്പറായിരുന്നു മക്കളെ, രക്ഷയില്ലെന്ന്. അപ്പോൾ ഫ്രഷ് വെജിറ്റബിളിനെ കൂട്ടി കഴിക്കുമ്പോൾ